അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. കീ ഫോർ അറബിക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലിഫ് ടാലൻറ്റ് ടെസ്റ്റ് ഹൈസ്കൂൾ തലം പരീക്ഷയുടെ മുൻ വർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ യുറഫു ബി ഉമർ സാനി. രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: ഉമർ ബിൻ അബ്ദുൽ അസീസ്, അബ്ദുല്ലാ ബിൻ ഉമർ, ഉമർ മുഖ്താർ, ഉമർ ബിൻ ഖത്താബ്. കറക്റ്റ് ആൻസർ ഉമർ ബിൻ അബ്ദുൽ അസീസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജംഉ സാഖ്. സാഖ് എന്ന പദത്തിൻ്റെ ജംഉ എന്താണ്? അതിൻ്റെ ബഹുവചനം എന്താണ്? ഉത്തരം സൂഖ് എന്നാണ് സാഖ് എന്നതിൻ്റെ ബഹുവചനം. സൂഖ് എന്ന സാധാരണ നമ്മൾ അങ്ങാടി, മാർക്കറ്റ് എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ സാഖ് എന്ന് പറഞ്ഞാൽ കണങ്കാല് എന്നാണ് അർത്ഥം. സാഖുൻ ജംഉ, സൂഖുൻ അല്ലെങ്കിൽ അസൂഖുൻ, രണ്ട് രീതിയിലും അതിൻ്റെ ജംഉ പറയാറുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഉക്തുബ് അൽ കലിമത്തുൽ ഇൻജിലീസിയ ദർദശ. ദർദശ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഓപ്ഷൻസ്: ചാറ്റിംഗ്, കോളിംഗ്, ചീറ്റിംഗ്, ചൂസിംഗ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ചാറ്റിംഗ്. അടുത്ത ചോദ്യം, ഇഖ്തർ അഷാദ മുദിന് ഖർന് കലമ് ലബന്. ഇതിലേതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കാനാണ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, മുദിനാണ്. കാരണം മദീനത്തിൻ്റെ ആണ് മുദിന് എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം ഏകവചനമായിക്കൊണ്ട്, മുഫ്രദായിക്കൊണ്ടാണ് വന്നിട്ടുള്ളത്. അഞ്ചാമത്തെ ചോദ്യം, കമ്മിൽ ബി കെളിമത്തിൻ മുനാസിബ. യോജിച്ച വാക്ക് കൊണ്ട് അവിടെ പൂരിപ്പിക്കാനാണ്, വിട്ട ഭാഗം ഫിൽ ചെയ്യാനാണ്. ഉംറുഹു ഡാഷ് അഷറ ആമൻ. അവൻ്റെ വയസ്സ് എത്രയാണ് എന്നാണ് അവിടെ എഴുതേണ്ടത്. അവിടെയുള്ള ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സബഅ, ഓപ്ഷൻ ബി സബഅത, ഓപ്ഷൻ സി സാബ്യ, ഓപ്ഷൻ ഡി അസാബ്യ. ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി സബഅത. ആറാമത്തെ ക്വസ്റ്റ്യൻ, മത നസൂമു സൗമ അറഫ. അറഫ നോമ്പ് നമ്മൾ എപ്പോഴാണ് നോൽക്കുന്നത്? ഓപ്ഷൻസ്: ദുൽഖഅദ 9, ദുൽഹിജ്ജ 9, ദുൽഹിജ്ജ 10, മുഹറം 10. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ദുൽഹിജ്ജ 9. ഇഖ്തർ അൽ ഖതഅ. തെറ്റുള്ളത് തിരഞ്ഞെടുക്കാനാണ് ചോദ്യം. അതിലെ ഓപ്ഷൻസ്: റീഫുൻ, ഖറിയത്തുൻ, മൻസിലുൻ, ദാറുൻ, സാഅത്തുൻ, ഖാഅത്തുൻ, ജമീലുൻ, റായിഉൻ. ഇതിലെ ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു പദവും അതിൻ്റെ മുത്തറാദിഫും അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദവുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. റീഫുൻ, ഖറിയത്തുൻ എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നർത്ഥം. മൻസിലുൻ, ദാറുൻ, വീട് എന്നർത്ഥം. സാഅത്ത്, വാച്ച്. ഖാഅത്തുൻ എന്ന് പറഞ്ഞാൽ ഹാൾ എന്നാണ് അർത്ഥം. ജമീൽ, റായ, ഭംഗിയുള്ളത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓപ്ഷൻ സി, സാഅത്ത്, ഖാഅത്ത്. ഇതാണ് ഇതിൽ തെറ്റുള്ള ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. എട്ടാമത്തെ ചോദ്യം നോക്കാം. കൈഫ മിൻ അദാത്തി. കൈഫ എന്ന് പറയുന്ന പദം ഏതിൽ വരുന്നതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ അദാത്തുൽ മുലാരിഅ. മുലാരിഅൻ്റെ അക്ഷരമാണോ, അല്ലെങ്കിൽ അദാത്തുൽ ഇസ്തിഫാമിയ, ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അദാത്താണോ, അല്ലെങ്കിൽ അദാത്തുൽ നെസ്ബ്, ഒരു ഫിയലിനെ നെസ്ബ് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന അദാത്താണോ, അല്ലെങ്കിൽ അദാത്തുൽ ജർ, ഒരു ഇസ്മിനെ ജർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അദാത്താണോ? ഏതാണ് എന്നാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, അദാത്തുൽ ഇസ്തിഫാമിയ. കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണ് അർത്ഥം. നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാകുന്നു അത്. ഒൻപതാമത്തെ ചോദ്യം, ഫി ഐ ഷഹ്രിൻ യഹ്തഫിലു യൗമൽ ഉമ്മഹാത്ത്. മദേഴ്സ് ഡേ ആയിക്കൊണ്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻസ്: ഡിസംബർ, മായു, യൂനിയോ, യൂലിയോ. ഡിസംബർ, മെയ്, ജൂൺ, ജൂലൈ. ഇതിലെ കറക്റ്റ് ആൻസർ മായു. മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് നമ്മൾ മദേഴ്സ് ഡേ ആയിക്കൊണ്ട് ആചരിക്കുന്നത്. 2024 നോക്കുന്ന സമയത്ത് മെയ് 12-നാണ് മദേഴ്സ് ഡേ ആയിക്കൊണ്ട് ആചരിച്ചിട്ടുണ്ടായിരുന്നത്. പത്താമത്തെ ചോദ്യം നോക്കൂ. അവല കിതാബിൻ ബിഖലമി വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യത്തെ ഗ്രന്ഥം, ആദ്യത്തെ രചന ഏതാണ്? ഓപ്ഷൻസ്: മതിലുകൾ, പ്രേമലേഖനം, ശബ്ദങ്ങൾ, ബാല്യകാലസഖി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, പ്രേമലേഖനം. 11ാമത്തെ ചോദ്യം, മൻ വസീറു റിയാല ഫി കേരള. കേരളത്തിൻ്റെ കായിക മന്ത്രി ആരാണ്? ഓപ്ഷൻസ്: ഓപ്ഷൻ എ അബ്ദുറബ്ബ്, ബി മുഹമ്മദ് റിയാസ്, സി അബ്ദുറഹ്മാൻ, ഡി അബ്ദുൽ കരീം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, അബ്ദുറഹ്മാൻ. 12ാമത്തെ ചോദ്യം, അക്കലിൽ വലതു അൽ മൗസ. കുട്ടി പഴം തിന്നു. ഇതിൽ മൗസ് എന്ന് പറയുന്ന പദം എന്താണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓപ്ഷൻസ്: മഫ്ഊലുൻ, ഫാഇലുൻ, ഹർഫുൻ, ഇസ്മു മക്കാനിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, മഫ്ഊലുൻ.
13ാമത്തെ ക്വസ്റ്റ്യൻ, അരിബ് നാഷണാലിറ്റി എന്നതിന് അറബിയിൽ എന്താണ് പറയുക എന്നാണ്. ഓപ്ഷൻസ് മൻസിബ്, ഹിവായ, ലഖബ്, ജിൻസിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ജിൻസിയത്തുൻ. മൻസിബ് എന്ന് പറഞ്ഞാൽ ജോലി, ഹിവായ എന്ന് പറഞ്ഞാൽ ഹോബി എന്നാണ് അർത്ഥം, ലഖബ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേര്, ജിൻസിയത്ത് എന്ന് പറഞ്ഞാലാണ് നാഷണാലിറ്റി എന്ന അർത്ഥത്തിൽ വരുന്നത്. 14ാമത്തെ ചോദ്യം, ഹസലത്ത് തവക്കൽ കർമാനി അലാ ജായിസത്തി നൊബേൽ സെന 2011 മീലാദിയ. 2011 തവക്കൽ കർമാനിക്ക് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഓപ്ഷൻ എ ലിസ്സലാമി, ലിൽ കരീമി, ലിൽ ഉലൂമി, ലിൽ ടെക്നോളജിയ. നമുക്കറിയാം സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനമാണ് 2011 അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ലിസ്സലാമി. രോഹിത് ശർമ്മ മഷൂറുൻ ഫി ഡേഷ്. രോഹിത് ശർമ്മ ഏത് കളിയിൽ അറിയപ്പെട്ട വ്യക്തിയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കുറത്തുൽ ഖദം, ഫുട്ബോള്. ഓപ്ഷൻ ബി കുറത്തു സെല്ല, ബാസ്കറ്റ്ബോള്. ക്രിക്കറ്റ്, ഹോക്കി. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് രോഹിത് ശർമ്മ ക്രിക്കറ്റിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ക്രിക്കറ്റാണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2022 ജൂലൈ മാസത്തിൽ നടന്ന അലിഫ് ടാലൻറ്റ് ടെസ്റ്റിൻ്റെ ജില്ലാതല പരീക്ഷാ ചോദ്യപേപ്പറാണ്. 1ാമത്തെ ക്വസ്റ്റ്യൻ, മൻ, മാത, മത, യോറഫ് ബി. ഈ പറഞ്ഞ അദാത്തുകളൊക്കെ തന്നെ ഇത് എന്തിൻ്റെ അദാത്തുകളാണ് എന്നാണ് ചോദ്യം. 1ാമത്തെ ഓപ്ഷൻ അദവാത്തുൽ അജ്വിബ, അദവാത്തുൽ നസ്ബ്, അദവാത്തുൽ ഇസ്തിഫാമിയ, അദവാത്തുൽ ജർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അൽ അദവാത്തുൽ ഇസ്തിഫാമിയ. ഇതെല്ലാം തന്നെ നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അദാത്തുകളാകുന്നു. അതുകൊണ്ടാണ് അതിന് അദവാത്തുൽ ഇസ്തിഫാമിയ എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം, അയ്യോമിൻ നെഹ്തഫിലു യോമ തഅലീമിൽ വതനി. ദേശീയ വിദ്യാഭ്യാസ ദിനമായിക്കൊണ്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻസ് നവംബർ 5, സെപ്റ്റംബർ 5, ജൂൺ 11, നവംബർ 11. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നവംബർ 11. മൻസലക ത്വരീഖൻ യൽതമിസു ബിഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇല ഡാഷ്. ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചു കൊണ്ടൊരു മാർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മുഖേന അള്ളാഹു അവന് എന്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും എന്നാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അൽ ജന്ന. സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കും. 4ാമത്തെ ചോദ്യം, അലാമ യദുല്ലു അല്ലാഹു അൽ അഹ്മർ. ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് എന്തിനെയാണ് അറിയിക്കുന്നത് എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അൽ വുഖൂഫ്. സ്റ്റോപ്പ് ചെയ്യാനാണ് റെഡ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഫിനാ ഉൻ സാഹത്തുൻ. ഫിനാ എന്നതിൻ്റെ മുത്തറാദിഫ്, അതിൻ്റെ പര്യായ പദമാണ് സാഹത്ത്, മുറ്റം എന്നർത്ഥം. ഹിവാർ എന്നതിൻ്റെ പര്യായ പദം എന്താണ്? ഹിവാർ എന്ന് പറഞ്ഞാൽ സംഭാഷണം എന്നാണ് അർത്ഥം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മുഖാത്തബ. അടുത്ത ചോദ്യം നോക്കാം. സമക്കുൻ ജംഅ് അസ്മാക്കുൻ, മത്സ്യം എന്നർത്ഥം. അങ്ങനെയെങ്കിൽ നിഅമത്ത് എന്നതിൻ്റെ ജംഅ് എന്തായിരിക്കും എന്നാണ്. നിഅമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, നിഅമത്തിൻ്റെ ജംഅ് നിഅമ് എന്നാണ്. നിഅമത്തിൻ്റെ ജംഅ് അനുഗ്രഹങ്ങൾ. 8ാമത്തെ ചോദ്യം, ബർറുൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബഹ്ർ വരുന്നത്. ബർ എന്ന് പറഞ്ഞാൽ കര, ബഹ്ർ കടൽ. അങ്ങനെയെങ്കിൽ മുസ്രിഫുൻ. മുസ്രിഫ് എന്ന് പറഞ്ഞാൽ ദൂർത്തടിച്ച് ചിലവഴിക്കുന്നവൻ, ധാരാളമായിട്ട് ചിലവഴിക്കുന്നവൻ എന്നർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബഖീലുൻ, പിശുക്കൻ. അടുത്ത ചോദ്യം, അരീബ് ഡോൺ വെറി. ഡോൺ വെറി എന്നതിന് അറബിയിൽ എന്താണ് പറയുക? അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മാഷാ അല്ലാ, ബി മബ്റൂക്ക്, സി ശുക്രൻ, മാ അലൈക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മാ അലൈക്. 10ാമത്തെ ചോദ്യം നോക്കാം. ഫി ഐ സനത്തിൻ ബദഅ ഇഹ്തിഫാൽ യൗമിൽ ആലമി ലിലുഗത്തിൽ അറബിയ. ഏത് വർഷം മുതലാണ് നമ്മൾ ലോക അറബി ഭാഷാ ദിനം ആചരിക്കുവാൻ ആരംഭിച്ചത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2010 ഡിസംബർ 11. 11ാമത്തെ ചോദ്യം, മതാ ഹസലത്ത് അൽ-ലുഗത്തുൽ മലയാളമിയ അലാ മകാനത്തി ലുഗ അളീമ. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് ഏത് വർഷത്തിലാണ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ 2013. ഓപ്ഷൻ സി. 12ാമത്തെ ചോദ്യം, മാഹിയ അൽവാനു അലമിൽ ഹിന്ദ്. ഇന്ത്യൻ പതാകയുടെ നിറം എന്താണ്? ഏതൊക്കെ നിറങ്ങളാണ് ഇന്ത്യൻ പതാകയിലുള്ളത് എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സഅഫറാൻ, അബിയൽ, അഖ്ലർ. കുങ്കുമനിറം, വെള്ള, പച്ച.
13-ാമത്തെ ചോദ്യം മൻഹുവ റഈസുൽ ലജ്നത്തിൽ ഇന്തിഖാബാത്തിൽ ഹിന്ദി ഹാലിയൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി രാജീവ് കുമാർ. ഇത് 2022 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് സുഖ്ബീർ സിംഗ് സന്ധു ആകുന്നു. 14-ാമത്തെ ചോദ്യം മൻ സുമ്മിയ അബുൽ കലാം ആസാദ് ബി ഇമ്രാത്തുൽ താലീം. അബുൽ കലാം ആസാദിനെ വിജ്ഞാനത്തിൻ്റെ ചക്രവർത്തി എന്ന് വിളിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മഹാത്മാഗാന്ധി. 15-ാമത്തെ ചോദ്യം ഇഖ്തർ അത്തഖമൽ ഖാതിർ. താഴെ കൊടുത്തിട്ടുള്ളതിൽ തെറ്റായിട്ടുള്ള സെറ്റ് തിരഞ്ഞെടുക്കുവാനാണ്. അവിടെ കുറച്ച് സിറ്റുവേഷൻസും ആ സിറ്റുവേഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി അൽഫ് മബ്രൂക്ക് മർൽ. കാരണം ഒരാൾ രോഗിയാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അൽഫ് മബ്രൂക്ക് 1000 അഭിവാദ്യങ്ങൾ എന്ന് പറയുകയില്ലല്ലോ. 16-ാമത്തെ ചോദ്യം ഹാദിഹി ഇഷാറ തുഷീറു ഇല. അവിടെ കൊടുത്തിട്ടുള്ളതായ ഒരു സിഗ്നൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി തഹ്ദീദ് സുർഅ, വേഗത നിർണ്ണയിക്കുക. അഥവാ 35 വേഗതയിൽ കൂടുതൽ സഞ്ചരിക്കുവാൻ പാടില്ല. 17-ാമത്തെ ചോദ്യം മസ്മുൽ ഖുറത്തുർ റസ്മിയ ലികഅസിൽ ആലമി ബി ഖത്തർ. ഖത്തറിൽ വെച്ച് നടന്ന ലോക ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ പന്തിൻ്റെ പേരെന്താണ് എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അർഹില. ക്വസ്റ്റ്യൻ 18 മൻ യുറഫു ബി ഹുജ്ജത്തുൽ ഇസ്ലാം. ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇമാം ഒസാലി. 19-ാമത്തെ ചോദ്യം നോക്കാം. ഉംലത്തു ജോർദാൻ. ജോർദാൻ്റെ നാണയം, അവിടെ ഉപയോഗിക്കുന്ന നാണയം ഏതാണ് എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ദീനാർ. ചോദ്യം 20 ഇഅ്റാബു ഫാഇൽ. ഫാഇലിൻ്റെ ഇഅ്റാബ് എന്താണ് എന്നാണ്. റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ റഫ്അ്. ചോദ്യം 21 ദഹബ മുഹമ്മദ് ഇലൽ മദ്രസത്തി ഹാദിഹി. മുഹമ്മദ് സ്കൂളിലേക്ക് പോയി. ഈ സെൻറ്റൻസ് ഏതാണ്? അഥവാ ജുംല ഫിഅലിയാണോ ജുംല ഇസ്മിയാണോ അല്ലെങ്കിൽ ഏത് ജുംലയാണ് എന്നാണ് പറയേണ്ടത്. കറക്റ്റ് ആൻസർ ജുംലത്തുൻ ഫിഅലിയ. 22-ാമത്തെ ചോദ്യം നോക്കാം. അൽഹൽ ജവ്വു ഡാഷ് ബാരിദുൻ ബാരിദിൻ ബാരിദ് ബാരിദൻ. അന്തരീക്ഷം തണുപ്പുള്ളതായി തീർന്നു എന്നാണ് പറയേണ്ടത്. അൽഹൽ ജവ്വു ബാരിദൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അൽഹ എന്ന് പറയുന്നത് കാനയുടെ അഖവാത്തിൽ പെടുന്ന പദമാകുന്നു. കാനയോ കാനയുടെ അഖവാത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു പദം ഒരു സെൻറ്റൻസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ ഇസ്മിന് റഫ് അഥവാ ലം ആയിരിക്കും വരുന്നത്. തൊട്ട് ശേഷം വരുന്ന പദത്തിന് അഥവാ അതിൻ്റെ ഖബറിന് നസ്ബ് അഥവാ ഫതഹ ആയിരിക്കും വരുന്നത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇസ്മുൽ കാമിൽ, ഫുൾ നെയിം, ഇസ്മുൽ വാലിദ്, നെയിം ഓഫ് ഫാദർ, താരീഖുൽ മീലാദ്, ഡേറ്റ് ഓഫ് ബർത്ത്. ഇതെല്ലാം തന്നെ മിൻ അജ്സാഇ ഏതിൻ്റെ ഭാഗമാണ്, ഏതിൽ വരുന്നതാണ് എന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ബയാനാത്ത് ഷഖ്സിയ, ബയോഡാറ്റ. 4-ാമത്തെ ചോദ്യം മാഹിയ ഹുറൂഫ് ജമ് മുഅന്നസ് സാലിം. ജമ് മുഅന്നസ് സാലിമിൻ്റെ ഹർഫുകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് വാവ് നൂന്, അലിഫ് നൂന്, അലിഫ് താ, വാവ് താ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അലിഫ് താ. ഉദാഹരണം പറയുകയാണെങ്കിൽ മുസ്ലിമത്ത്, അതിൻ്റെ ജം ആണ് മുസ്ലിമാത്ത്. മുസ്ലിമത്ത് എന്ന് പറയുന്ന പദത്തെ നമ്മൾ ജം ആക്കാൻ വേണ്ടിയിട്ട് അവസാനത്തിൽ അലിഫും താവുമാണ് വെച്ച് കൊടുക്കുന്നത്. അവസാനത്തെ ചോദ്യം നൂറു ഡാഷ് ഹാറുൻ. അഷംസു, അഷംസ, അഷംസി, അഷംസു. ഇവിടെ നമ്മൾ പറയേണ്ടത് സൂര്യൻ്റെ പ്രകാശം ചൂടുള്ളതാണ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഉത്തരം നൂറുഷംസി, ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരിക. കാരണം നൂറുഷംസി എന്ന് പറയുമ്പോൾ അത് മുലാഫും മുലാഫുൻ ഇലേഹിയുമായിട്ടാണ് വരുന്നത്. മുലാഫുൻ ഇലേഹിക്ക് എപ്പോഴും ജറായിരിക്കും അഥവാ കെസറായിരിക്കും വരിക. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്. ഏവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.